ഹായ് ഗായ്സ്, നമ്മൾ ബേക്കൽ ഫോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇത് നമ്മളെ സിസ്റ്റർ, ഇത് നമ്മളെ അളിയൻ. ഗംഭീരമായ ഡ്രൈവിംഗ് ആണ്. ഏകദേശം ഒരു അരമണിക്കൂറിലേക്ക് എത്തും. അരമണിക്കൂർ കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ബേക്കൽ ഫോർട്ടിലേക്ക് എത്തും. അപ്പോൾ ബേക്കൽ ഫോർട്ട് കാണാം. ഓക്കെ, ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിറ്റാരി അല്ലേ? ചിറ്റാരി എന്ന സ്ഥലമാണ്. ഒരു 5 മിനിറ്റ് മതി ബേക്കൽ ഫോർട്ടിലേക്ക്. ഇത് റെയിൽവേ ഗേറ്റ്. ഇതിലൂടെ ട്രെയിനുകൾ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുക, സൺസെറ്റ്. पापा तो अभी आके थक के बैठे था, मैंने पूछा ही नहीं पापा से। मैंने कहा तिरका कर लोगे? कल का देख ले पिक्चर का पापा के साथ ना। कल का नहीं तो सैटरडे का देख ले। कल बियर पीते बैठ के। कल फ्राइडे है ना, चिकन विकन खा लेना। അത് നമ്മൾ എൻ്റർ ചെയ്യാണ് ബേക്കൽ ബീച്ച് റിസോർട്ടിലേക്ക്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. 120 है सर, बस 20 है। നോട്ടെ. എത്രയാണ് എൻട്രി ഫീസ്? 30 രൂപ പെർ ഹെഡ്, പിന്നെ 30 രൂപ വണ്ടി. 30 രൂപ ഒരാൾക്ക്, 30 രൂപ. അതുപോലെ വണ്ടിക്ക് 30 രൂപ. നിങ്ങൾക്ക് ലാസ്റ്റ് വേണ മീൻസ് 3 ആള് 90 രൂപ, വണ്ടിക്ക് 30 രൂപ, 120 രൂപ ടോട്ടൽ. നല്ല തിരക്കാണ്. ഈവനിങ് ആസ്വദിക്കാൻ വന്ന ആൾക്കാരാണ് മൊത്തം. സായാഹ്നം, റെഡ് മൗൺ ബീച്ച്. ഇതെന്താ പ്രതിമ? നമ്മുടെ മലമ്പുഴ യക്ഷി പോലെ. മലമ്പുഴ യക്ഷിയാണോ? നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടൂറിസത്തിന്റെ എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുക. KTDCയിലെ റിസോർട്ട് ബീച്ച് ക്യാമ്പ്. ഇവിടെയൊക്കെ റോഡ് ഒന്നുകൂടി നന്നാക്കുന്നത് ശരിയായിരിക്കുമല്ലേ? കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യേണ്ടി ഇരിക്കുന്നു ഫെസിലിറ്റീസ്. പാർക്കിംഗ് ഓക്കെയാണ്, പാർക്കിംഗ് എല്ലാം നല്ല സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളാണ്. ഇതെല്ലാം അടുത്താണല്ലേ തുടങ്ങിയത്? ടൂറിസത്തിന്റെ എല്ലാ സാധ്യതയുണ്ട് ഇവിടെ. ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? സോവനീർ ഷോപ്പുകൾ, അപ്പോൾ അത് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യണം. ഇതിപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ കുറവായിരിക്കും അല്ലേ? ഇവിടുത്തെ ആൾക്കാർ, പുറത്തത്തെ ആൾക്കാരെയും കൂടി അട്രാക്ട് ചെയ്യണം. നല്ല ടൂറിസം ഒന്നും കൂടി അടിയാം. ये सही है ना?